Dear students, welcome to Lana's World. In this video, I'm going to talk about a poem analysis, Blowing in the Wind by Bob Dylan, FIUGP, Semester 4, VSc Humanities and Other BA Programs, Calcutta University. Summary of Blowing in the Wind. Blowing in the Wind is a famous protest poem and song written by Bob Dylan in 1962. 1962 എഴുതിയിട്ടുള്ള ബോബ് ഡിലാൻ എഴുതിയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് പോം, ഒരു പ്രതിഷേധ കവിതയാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ ഹിസ് ആൽബം ദ ഫ്രീ വില്ലിൻ ബോബ് ഡിലാൻ. ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആൽബമായിട്ടുള്ള ദ ഫ്രീ വില്ലിൻ ബോബ് ഡിലാനിലാണ്. ദ പോം ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് powerful protest songs of the 1960s and was closely connected to the civil rights movements in America. അപ്പോൾ ഈ ഒരു കവിത 1960s വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് പോമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു കവിതയാണിത്. ദ പോം ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ ഒരു കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കാണാൻ കഴിയും, ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ കഴിയും. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഡയറക്റ്റ് ആൻസേഴ്സ്, ഡിലൻ ആസ്ക് ഡീപ്പ് ആൻഡ് മീനിങ്ഫുൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് വാർ, പീസ്, ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ സഫറിങ്. പക്ഷേ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം ഇതിൽ നൽകുന്നില്ല. ചോദ്യങ്ങളുണ്ട്, ഉത്തരമില്ല. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വാർ, യുദ്ധത്തിനെ കുറിച്ചിട്ട്, പീസ്, സമാധാനം, ഫ്രീഡം, സ്വാതന്ത്ര്യം, ജസ്റ്റിസ്, നീതി, ഹ്യൂമൻ സഫറിങ്, മനുഷ്യന്മാരുടെ വേദനകൾ. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് റീഡേഴ്സ് തിങ്ക് അബൌട്ട് ദ പ്രോബ്ലംസ് ഇൻ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ചോദിക്കുന്നുണ്ട് ഈ ഒരു കവിതയിൽ. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ ഒരു വായനക്കാരന് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസസ് ദ പോയിറ്റ് ആസ്ക് ഹൗ മെനി റോഡ്സ് എ മാൻ മസ്റ്റ് വാക്ക് ബിഫോർ ഹി ഈസ് കോൾഡ് എ മാൻ. ആദ്യത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നുണ്ട്, ഒരു റിട്ടറിക്കൽ ചോദ്യം ചോദിക്കുന്നുണ്ട്, റിട്ടറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനെ പുരുഷനെന്ന് വിളിക്കാൻ, മാൻ എന്ന് വിളിക്കാൻ അയാൾ എത്ര റോഡുകൾ നടക്കേണ്ടതുണ്ട് എന്ന് ഉണ്ട്. They suggest that a person must face സ്ട്രഗിൾസ് ബിഫോർ ഗെയിനിങ് ഐഡൻറ്റിറ്റി ആൻഡ് റെസ്പെക്റ്റ്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അയാളോട് റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ അയാൾ എത്രത്തോളം ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ വൈറ്റ് ഡോവ് സിംബലൈസസ് പീസ് വൈൽ കാനംബാൾസ് റെപ്രസെൻറ്റ് വാർ ആൻഡ് വയലൻസ്. അതുപോലെ ഒരുപാട് ഇമേജറി ഇതിൽ പറയുന്നുണ്ട്. ദ വൈറ്റ് ഡോവ് പീസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ കാനംബാൾസ് വാർ ആൻഡ് വയലൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ത്രൂ ദീസ് ഇമേജസ് ദ പോയറ്റ് ക്വസ്റ്റ്യൻസ് ഹൗ ലോങ് വാർ ആൻഡ് സഫറിങ് വിൽ കണ്ടിന്യൂ ബിഫോർ പീസ് ഈസ് അച്ചീവ്ഡ്. അപ്പോൾ ഈ ഒരു ഇമേജറിയിലൂടെയൊക്കെ കവി ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ ഒരു വാർ ഇനിയും എത്ര നാൾ ഇങ്ങനെ തുടരും, മനുഷ്യന്മാരുടെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു വേദന എത്ര നാൾ തുടരും, സമാധാനം നേടുന്നതിന് മുന്നേ എത്ര വരെ ഇത് തുടരും എന്ന് ചോദിക്കുന്നുണ്ട്. In the second stanza, Dylan compares a mountain that exists for many years before being washed into the sea to oppressed people who wait a long time for freedom. സെക്കൻഡ് സ്റ്റാൻസയിൽ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പോയിറ്റ് ഒരു മൗണ്ടെയിനെ, അതായത് ഒരു പർവ്വതം, അതായത് ഒരു പർവ്വതം കടലിൽ, സമുദ്രത്തിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് എത്ര കാലം അത് നിലനിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു അടിച്ചമർത്തപ്പെട്ട ആളുകൾ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ആണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ചേഞ്ചസ് ഓർ സ്ലോ ആൻഡ് ഇൻജസ്റ്റിസ് കണ്ടിന്യൂസ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് മാറ്റം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇൻജസ്റ്റിസ്, അനീതി ഒരുപാട് വർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. He also criticizes people who turn their heads and pretend not to see injustice. അതുപോലെ ഒരുപാട് ആളുകളെ വിമർശിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളെ? ടേൺ ദെയർ ഹെഡ്സ് ആൻഡ് pretend not to see injustice. അതായത് അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ തല തിരിക്കുന്ന ആളുകളെ ഇതിൽ വിമർശിക്കുന്നുണ്ട്. In the third stanza, the poet asks how many times a man must look up before he can see the sky, and how many years he must have before he can hear people cry. വേറെ റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു തേർഡ് സ്റ്റാൻസയിൽ ചോദിക്കുന്നുണ്ട്. ഒന്ന്, അതായത് ഒരു മനുഷ്യന്
എത്ര പ്രാവശ്യം ആകാശത്തിലേക്ക് നോക്കണം, അതുപോലെ എത്ര പ്രാവശ്യം എത്ര ചെവികൾ വേണം മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കാൻ എന്ന് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദീസ് ലൈൻസ് ഷോ ദാറ്റ് പീപ്പിൾ ഓഫൺ ഇഗ്നോർ ദ സഫറിങ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആളുകളുടെ വേദന, മറ്റുള്ളവരുടെ വേദന നമ്മൾ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഹി ഓൾസോ ആസ്ക് ഹൗ മെനി ഡെത്ത് ഇറ്റ് വിൽ ടേക്ക് ബിഫോർ പീപ്പിൾ റിയലൈസ് ദാറ്റ് ടു മെനി ഹാവ് ഡൈഡ്. അതുപോലെ വേറൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എത്ര മരണങ്ങൾ സംഭവിക്കണം നമ്മൾ റിയലൈസ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചു പോയി എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ എത്ര മരണങ്ങൾ സംഭവിക്കണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ദിസ് ഹൈലൈറ്റ്സ് ദ ടെറിബിൾ കോസ്റ്റ് ഓഫ് വാർ. ഇതൊക്കെ വാറിൻ്റെ, യുദ്ധത്തിൻ്റെ ആ ഒരു ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ദർ ആർ ഫ്രെയിം ദ ആൻസർ ഇസ് blowing in the wind means that the answers are already present everywhere but people fail to understand or accept them. അപ്പോൾ ഇതിൽ ഒരു റഫ്രൈൻ നമുക്ക് കാണാൻ കഴിയും. റഫ്രൈൻ മീൻസ് ഒരു റിപ്പിറ്റേറ്റീവ് ലൈൻ. ഈ ഒരു ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ ഒരുപാട് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട്, അതിനൊന്നും ഡയറക്റ്റ് ആൻസർ നൽകുന്നില്ല. അപ്പോൾ ദ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ചുറ്റുമുണ്ട്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ. പക്ഷെ നമ്മളത് മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ്. ദ വിൻഡ് സിംബലൈസസ് ട്രൂത്ത് ആൻഡ് ഫ്രീഡം, സംതിങ് ദാറ്റ് എക്സിസ്റ്റ് അറൗണ്ട് അസ് ബട്ട് cannot be easily held or controlled. വിൻഡ് സിംബലൈസ് ചെയ്യുന്നത് സത്യത്തെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും ഒക്കെയാണ്. ഇത് എക്സിസ്റ്റാണ്, നിലനിൽക്കുന്നുണ്ട് നമുക്ക് ചുറ്റും, പക്ഷെ നമുക്കത് ഈസി ആയിട്ട് കിട്ടാനോ അതിനെ കൺട്രോൾ ചെയ്യാനോ കഴിയില്ല. ദ പോം വാസ് ഓൾസോ മെയ്ഡ് പോപ്പുലർ ബൈ പെർഫോമൻസസ് ഫ്രം പീറ്റർ, പോൾ ആൻഡ് മേരി വിച്ച് ഹെൽപ്ഡ് സ്പ്രെഡ് ഇറ്റ്സ് മെസ്സേജ്. ഓവർ ടൈം ഇറ്റ് ബിക്കെയിം എ ടൈംലെസ് സിമ്പിൾ ഓഫ് ഹോപ്പ്, ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ഈ ഒരു കവിത ഒരുപാട് ആളുകൾ ആലപിച്ചിട്ടുണ്ട്. പീറ്റർ, പോൾ ആൻഡ് മേരി ഇതൊക്കെ ഇതിൻ്റെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹോപ്പ്, പ്രതീക്ഷയുടെയും സമത്വത്തിൻ്റെയും നീതിയുടെയും ഒക്കെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഒരു കവിതയാണ്. ഇൻ കൺക്ലൂഷൻ, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈസ് എ പവർഫുൾ പ്രൊട്ടസ്റ്റ് പോം ദാറ്റ് എൻകറേജസ് പീപ്പിൾ ടു തിങ്ക് അബൌട്ട് ഇൻജസ്റ്റിസ്, വാർ ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കവിത വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രതിഷേധമുള്ള ഒരു കവിതയാണ്. ഇത് ആളുകളെ ഇൻജസ്റ്റിസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, വാർ, ഹ്യൂമൻ ഡിഗ്നിറ്റി ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഡീപ് മെസ്സേജ് മേക്ക് ഇറ്റ് റെലവൻറ്റ് ഈവൻ ടുഡേ. ഇന്നും ഈ കവിത വളരെ റെലവൻ്റാണ്, പ്രസക്തമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ലാംഗ്വേജും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെസ്സേജൊക്കെ ഇന്നും റെലവൻ്റാണ്.